ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ സൂവിലാണ്. അപ്പോൾ തൃശ്ശൂർ സൂ എല്ലാവർക്കും അറിയാം, തൃശ്ശൂരിലുള്ള ഒരു സൂ ആണ്. നിലവിൽ ഈ സൂ പുത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ അന്തേവാസികൾ കുറച്ച് പേര് പുത്തൂരിലേക്ക് മാറ്റി ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അന്തേവാസികൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പക്ഷികളും മൃഗങ്ങളെയൊക്കെ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ കാണാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ദൃശ്യത്തിലുള്ളതാണ് തൃശ്ശൂർ സൂവിൻ്റെ ഗേറ്റ് കടന്നാൽ കാണാവുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ സ്കൂൾ കുട്ടികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു ഹോട്ടലൊക്കെ കാണാം. അവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഇവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഡിജിറ്റൽ ഇന്ത്യ ഇങ്ങോട്ടൊക്കെ ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 രൂപയാണ് ഇവിടെ പ്രവേശന ഫീ ആയിട്ട് വരുന്നത്. നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചെറിയൊരു കൂടിനകത്ത്, അത്യാവശ്യം വലുതാണ്, ചെറിയൊരു കൂടിനകത്ത് കുറേ തത്തകളൊക്കെ ഉണ്ട്. തത്ത എന്ന് പറയുമ്പോൾ മോതിര തത്ത, പഞ്ചവർണ്ണ തത്ത, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ തത്തയൊക്കെ ഇവിടെ ഫ്ലെക്സിൽ കാണിക്കുന്നുണ്ട്. ഈ നെറ്റിനകത്താണ്. കയറി കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ മഴക്കാടുകളെ പോലെ ഒരു ഉണർവ് കാണിക്കുന്ന രീതിക്കുള്ള സെറ്റപ്പാണ് അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാടിൻ്റെ പ്രതിവിധിയാണ് ഇവിടെ ജനിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 70 to 80 വർഷം ജീവിക്കുന്ന പഞ്ചവർണ്ണ തത്തയും പിന്നെ മോതിര തത്തയും രണ്ടും ഏകദേശം ഒരച്ഛനെ പെറ്റ മക്കളെ പോലെ, ഇരട്ട പെറ്റ മക്കളെ പോലെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നത്. ആഫ്രിക്കൻ തത്തയുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ആഫ്രിക്കൻ തത്തയൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്ക തത്തയൊക്കെ എനിക്ക് തോന്നുന്നത് നേരെ പുത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ പഞ്ചവർണ്ണ തത്തയും മോതിര തത്തയും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. കാരണം ഇതിൽ ഏതാ പഞ്ചവർണ്ണ ഏതാ മോതിരം നമുക്ക് മനസ്സിലാകത്തില്ല. കാര്യം രണ്ടും ഇരട്ട പെറ്റതിനെ പോലെയാണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ഓടിക്കളിക്കണ അണ്ണാനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവനെ മാത്രമേ ഇതിനകത്ത് പിടിച്ച് കൂട്ടിലെടുത്ത് അടച്ചിട്ടില്ല. അത് വലിയൊരു ഉപകാരമായെന്ന് അവനെ തോന്നിക്കാണും. അവരുടെയൊക്കെ ഫുഡും കഴിച്ച് ജീവിക്കുന്നൊരു മൃഗമാണ് ഇവിടെ അണ്ണാൻ എന്ന് പറയുന്നത്. നമ്മൾ നേരെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇന്റർലോക്കിട്ട വഴി കൂടെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു വലിയൊരു നെറ്റ് കാണാം. അത്യാവശ്യം നല്ല നീളമുണ്ട്, നല്ല വീതിയുള്ള ഒരു ചെറിയൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതിനകത്താണ് ഒട്ടകപ്പക്ഷി പോലുള്ളൊരു ജീവിയുണ്ട്. അതിനെ റിയ എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ തെക്ക് കിഴക്കായി കാണപ്പെടുന്ന റിയ എന്ന് പറയുന്ന ഈ ഒട്ടകപ്പക്ഷിയുടെ പോലെ ഇരിക്കുന്ന ഈ ഒരു സെറ്റപ്പ് സാധനം എന്ന് പറയുന്നത് 13 വർഷം ലൈഫുള്ള ഒരു ജീവിയാണ്. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന റിയ എന്ന് പറയുന്നത്. ഇത് 7 to 10 ദിവസങ്ങളിൽ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് മുട്ടയ്ക്ക് അടയിരിക്കുന്നത് മുട്ട പെണ്ണിടുമെങ്കിലും ആണാണ് ഇതിന് അടയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 5 മുട്ട വരെയാണ് ഈ സാധനം ഇടുന്നത്. 13 വർഷമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുണിങ്ങി നടക്കും. ഇതിൽ ഏതാണ് ഏതാ പെണ്ണെന്നൊന്നും നമുക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതൊന്നും അതിനകത്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുമില്ല ഈ ഫ്ലെക്സിലൊന്നും. അപ്പോൾ എന്തായാലും ഇതിൽ കുറേ സെറ്റപ്പ് സാധനങ്ങളും ഉണ്ട്. ഇതിനകത്തെല്ലാം കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് കുടിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇതിന് കഴിക്കാനുള്ളതെന്നൊക്കെ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. മിക്കവാറും വല്ല മീനോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തൊക്കെയോ അവിടെ കുത്തിപ്പറക്കി തിന്നുന്നുണ്ട്. കുറേ സാധനമുണ്ട്. ചാര കളറിൽ, ബ്ലാക്ക് കളറിലും പിന്നെ വെള്ള കളറിലും ഒക്കെ ആയിട്ട് കുറേ എണ്ണം ഉണ്ട്. കണ്ട ഒരു ഒട്ടകപ്പക്ഷിയുടെ സാമ്യതയാണ്. ഒട്ടകപ്പക്ഷിയുടെ അത്ര കഴുത്തിനൊരു നീളമോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ തോന്നിപ്പിക്കുന്ന ഇവിടെ കുറേ എണ്ണം വിശ്രമിക്കുന്നുണ്ട്, കുറേ എണ്ണം അപ്പുറത്ത് വെള്ളം കുടിക്കുന്നു, കുറേ എണ്ണം ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുന്നു. പൊതുവെ ശാന്ത സ്വഭാവരാണ്. ഈ ഒട്ടകപ്പക്ഷിയുടെ തൊട്ട് ഇങ്ങനെ ഓടി നടന്ന് അങ്ങനെ കുത്തി തിന്നുന്നൊരു സെറ്റപ്പൊന്നും ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റിയയും കണ്ട് നേരെ അടുത്ത ഇൻ്റർലോക്കിട്ട വഴി കൂടെ നമ്മൾ കുറച്ചുകൂടെ പോകുമ്പോൾ നമ്മുടെ മതിലിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണാതിരിക്കാനും കയറാതിരിക്കാനും ചെറിയൊരു ചൈനക്കാരുണ്ടാക്കണ പോലെ ചീന വല പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ വലയിൽ നെറ്റ് അടിച്ചിട്ട് കുറേ പാർട്ടിഷനായിട്ട് തിരിച്ചിട്ടൊരു സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഈ പറയുന്ന കന്യാസ്ത്രീ കൊക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ സാധിക്കും. കരിങ്കൊക്ക് അഥവാ കന്യാസ്ത്രീ കൊക്ക്, ഇതാണ് കേട്ടോ ആ സാധനം. മഴ നനയാതിരിക്കാനുള്ള സെറ്റപ്പും പിന്നെ അതിന് കയറിയിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കൂടിനകത്ത് നല്ല വിശാലമായിട്ട് വെള്ളമൊന്നും അടിക്കാത്ത രീതിയിലുള്ള ഈ കൂടിനകത്ത് അവർ പുതിയൊരു കൂടൂടെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കാര്യം അവർക്ക് അവരുടേതായ പ്രയത്നം കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാര്യം അവർക്കുണ്ടാക്കിയ കൂട് വേണ്ട, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ള രീതിക്കാണ് അവരൊരു കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മേളിലും ഒരെണ്ണം താഴെയാണ്. മൊത്തം ഇതിന് 2 എണ്ണമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കൂടുതലുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. 20 to 25 വർഷം വരെയാണ് ഇതിൻ്റെ ഈ പറയുന്ന ആയുസ് എന്ന് പറയുന്നത്. 27 to 30 ദിവസമാണ് ഇതിൻ്റെ മുട്ട വിരിയാനുള്ള സമയം എന്ന് പറയുന്നത്. സൗത്ത് ഏഷ്യയിലും ആഫ്രിക്കൻ രാജ്യത്തുമാണ് ഇതിനെ കാണാൻ നമുക്ക് സാധിക്കുക. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതിനെന്തോ തട്ടകത്തിലെന്തോ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സംഭവം കഴിക്കാൻ മീനാണെന്ന് തോന്നുന്നു, അതോ മത്തിയാണോ എന്തോ സാധനമൊക്കെ തിന്നുന്നുണ്ട്. നീണ്ട ചുണ്ടുകളൊക്കെയാണ്. വെള്ള കളർ കഴുത്തിനായിട്ട് കാണാൻ സാധിക്കും. ബ്ലാക്കാണ് ഇതിൻ്റെ
ഈ ചിറകെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിൽ അടുത്ത പാർട്ടീഷനിലോട്ട് നമുക്ക് പോകാൻ പോവുകയാണ്. അപ്പം അടുത്ത പാർട്ടീഷനിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൃഷ്ണപ്പരുന്ത്, ഗരുഡൻ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഏകദേശം 10 to 15 വർഷമാണ് ഈ പറഞ്ഞ പോലെ ആയുസ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ ടൈം 25 to 28 ദിവസമാണ്. രണ്ടിനെയും കണ്ടു കഴിഞ്ഞാൽ ഒരു അച്ചിൽ വാർത്ത പോലെ തോന്നും. ഇതിൽ ഏതാ കൃഷ്ണപ്പരുന്ത് ഏതാ ഗരുഡൻ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. രണ്ടും ഒരേ രീതിക്കാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എഴുതിയിരിക്കുന്നത് ഗരുഡനെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സാധനം ചത്തതുപോലെ അഭിനയിക്കുമെന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഭയപ്പെടുത്താൻ നിന്നില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുങ്ങൾക്കൊന്ന് ശല്യം ഉണ്ടാക്കരുത്, ശല്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിടിച്ച് പോലീസിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുത്താനൊന്നും പോയില്ല. ഇത് ഗരുഡനാണോ ഈ പറഞ്ഞ പോലെ കൃഷ്ണപ്പരുന്താണോ എന്നുള്ള ഒരു സംശയത്തിൽ നമ്മളെന്തായാലും അടുത്ത പാർട്ടീഷനിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം എന്തായാലും ഗരുഡനായിക്കോട്ടെ കൃഷ്ണപ്പരുന്തായിക്കോട്ടെ കണ്ടതിൽ സന്തോഷമെന്ന് നമ്മൾ പറയുന്നു. അപ്പം എന്തായാലും അടുത്ത പാർട്ടീഷനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കൂമൻ, അഥവാ ഞങ്ങളിവിടെയൊക്കെ മൂങ്ങ എന്നാണ് പറയുന്നത്. സംഭവം ഇവിടെ കൂമൻ എന്നായിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഞങ്ങളിവിടെ മൂങ്ങ എന്നാണ് പറയുന്നത്. ഇതിന് ഏകദേശം 10 to 15 വർഷമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. മുട്ട വിരിയാനെടുക്കുന്ന സമയം 25 to 28 ദിവസമാണ് ഈ കൂമൻ എന്ന് പറയുന്നത്. സംഭവം കാണാൻ നല്ല രസമാണ് കേട്ടോ. സംഭവം നമ്മളിവിടെ പകൽ വന്നുകൊണ്ട് പകൽ മൂങ്ങിക്ക് കണ്ണ് കാണത്തില്ലല്ലോ. സംഭവം ഇങ്ങനെ ഇരിക്കും. ഇല്ല നമ്മൾ പണ്ട് കാണുന്ന യക്ഷി സിനിമയിൽ ഇങ്ങനെ ഇരിക്കണമല്ലേ, മരത്തിലൊക്കെ ഇങ്ങനെ 2 കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കും. ഒന്ന് മുറിഞ്ഞ് മൂളി. സംഭവം ഇതിനെ മൂളലൊന്നും കണ്ടില്ല, കണ്ണ് കാണാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അന്തം വിട്ടിട്ട്. അപ്പോൾ ഇതെന്തായാലും അനക്കമൊന്നുമില്ല, ഇങ്ങനെ ഒറ്റ ഇരിപ്പാണ്. കുറേ എണ്ണമുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി ഇതിന് നമുക്ക് തോന്നും. ഇത് വെള്ളിമൂങ്ങയാണോ എന്ത് ദാനമാണെന്ന് അറിയത്തില്ല. കൂമന്നാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചാണ്. കണ്ടത് മൂങ്ങയാണ് സംഭവം. അപ്പം ഇതിനെ കണ്ടുവരുന്നത് ഇവിടെങ്ങും അല്ലെങ്കിൽ ആഫ്രിക്കയിലാണ്. കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞ് നമ്മൾ ബൈ പറഞ്ഞ് നേരെ നമ്മൾ അടുത്ത വഴി പിടിക്കുകയാണ്. നേരെ നമുക്ക് ഇവിടെ ടാറിട്ട റോഡാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കൂടാരവും കാര്യങ്ങളും. നേരെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ അവിടെ കലാ മ്യൂസിയം കാണാൻ സാധിക്കും. കലാ മ്യൂസിയത്തിനുള്ളിൽ ഒരുപാട് പുരാതന നിർമ്മിതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആട്ടവിളക്ക്, ഗ്ലാസ്, ഭരണി, ഡ്രോയിങ്, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്തായാലും കലാമണ്ഡലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒട്ടപ്പക്ഷിയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഒട്ടപ്പക്ഷിയുടെ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഏകദേശം 40 to 45 വർഷമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ആഫ്രിക്കയിലുള്ള സാധനമാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 35 to 45 ദിവസമാണ് ഇതിൻ്റെ മുട്ട വിരിയാനുള്ള സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ കുറച്ച് മുന്നേ കണ്ട റിയ എന്ന് പറയുന്ന ആ സാധനമില്ലേ, ഏകദേശം അതിൻ്റെ ചേച്ചിയായിട്ട് വരും. സംഭവം ഇതിൽ ഇച്ചിരിയുടെ നീളമുണ്ട്, കാലിന് നീളമുണ്ട്, കഴുത്തിന് ഇച്ചിരി വളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം നല്ലൊരു വൈബുള്ള സാധനമാണ് കേട്ടോ. ഫാമിലിക്കൊക്കെ വന്ന് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു 3-4 ഉള്ളൂ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ അങ്ങൊക്കെ ആയിട്ടുണ്ട്, എന്തൊക്കെയോ കോക്കാമ്പിച്ച് ഇത് കാണിക്കുന്നുണ്ട്. ഇനി വല്ല അതിൻ്റെ ഭാഷ വല്ല തെറി വിളിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഇതിന് കയറി കിടക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറയാണ്ടിരിക്കാൻ വയ്യ. എല്ലായിടത്തിനും മഴ വന്നു കഴിഞ്ഞാൽ നനയാണ്ട് കയറിയിരിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാത്തിനും ഈ കമ്പിക്കൂടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ചെറിയ പായലുകളൊക്കെയാണെന്ന് തോന്നിയത് കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒട്ടകപ്പക്ഷീനെയും കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്ത സാധനത്തിനെ കാണാനാണ്. അപ്പോൾ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഇവിടെ പന്നിമാൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഹോക്ക് ഡിയർ ലൈഫ് എന്ന് പറയുന്നത് 10 to 15 വർഷമാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ പന്നിമാൻ എന്ന് പറഞ്ഞിട്ടത്. ഇതിൻ്റെ 130 to 140 ദിവസമാണ് ഇതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത്. 10 മുതൽ 15 വർഷം വരെ ആയുസ് മധ്യകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ഗർഭകാലം 130 മുതൽ 140 ദിവസം വരെ. അപ്പോൾ ഇതാണ് കേട്ടോ ആ സാധനം എന്ന് പറയുന്നത്. ചെറിയൊരു കൂടുണ്ട്. കൂടുതൽ ഇത് കൂട്ടിനകത്താണ്. പ്ലാവിലെയാന്ന് തോന്നുന്നു ഇവിടുത്തെ കൂടുതലാണ് ഇവിടുത്തെ അന്തേവാസികൾ കഴിക്കാൻ തോന്നുന്നത്. നല്ല വളഞ്ഞ നമ്മൾ ഈ ചെണ്ടക്കോലൊക്കെ അടിക്കത്തില്ല, അതേപോലത്തെ കൊമ്പാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. സംഭവം ഒരു ചാര കളറിലുള്ള ഒരു സെറ്റപ്പാണ് മൊത്തം. എല്ലാം ഒറ്റ കളറിലാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനെന്താ പന്നിമാൻ എന്ന് വിളിക്കുന്നതെന്ന് സംഭവം മനസ്സിലാകുന്നില്ല. മിക്കവാറും പന്നീനെ പോലെ ഇരിക്കണോണ്ടാണോ എനിക്കറിയില്ല. ഒരു കൊച്ചു പന്നീനെ പോലെ ഇരുന്ന് സംഭവം ഇരിക്കുന്നത്. ഇനി അതുകൊണ്ടാണോ ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. പിന്നെ ചിലതിനൊന്നും കൊമ്പില്ല. അത് ചിലപ്പം ഇനി പെണ്ണാകാം അല്ലെങ്കിൽ ചെറിയ കുട്ടിയാകാം എന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. എന്തായാലും എല്ലാം കൂടാരത്തിലാണ്. പിന്നെ എല്ലാത്തിനും കഴിക്കാൻ കുറേ പ്രാവിലെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് കൃഷ്ണമൃഗം എന്ന് പറയുന്നത്. നമ്മുടെ സൽമാൻ ഖാൻ പണ്ട് വേട്ടയാടിയിട്ട് ആകെ സീനായി
കപൂറായ സംഭവം ഉണ്ടല്ലോ, അത് തന്നെ ഇത് സംഭവം. ഇപ്പോൾ ഇത് കൂടുതൽ ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് ഭയങ്കര കുറവാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 11 to 12 വർഷമാണ്. നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 160 to 180 ദിവസമാണ്. അപ്പം ഇത് ഈ പറയുന്ന പോലെ 19-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലുടനീളം സമതല പ്രദേശങ്ങളിൽ യഥേഷ്ടം കാണപ്പെടുന്ന ഇവ അമിത വേട്ടയാടൽ കാരണം ഇപ്പോൾ ഇന്ത്യയുടെ വടക്ക് മധ്യ ഭാഗങ്ങളിലായി ചുരുങ്ങുകയും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയും എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കൃഷ്ണമൃഗത്തെയും കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഹിപ്പപ്പൊട്ടാമസിനെയും നമ്മുടെ ഈ പറഞ്ഞ പോലെ മ്ലാവിനെയും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിപ്പപ്പൊട്ടാമസ് കാണ്ടാമൃഗമാണോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. അപ്പം നമ്മളെന്തായാലും ഹിപ്പപ്പൊട്ടാമസിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഹിപ്പപ്പൊട്ടാമസിനെ കുറച്ചൊരു അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെള്ളത്തിലാണ് ഈ സാധനത്തിൽ ഇട്ടേക്കുന്നത്. നല്ല ഉറക്കമാണ്. ഇത് കടിക്കുമോ കിടിക്കുമോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഇതിൻ്റെ തന്നെ തൊട്ടടുത്ത് തന്നെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പോപ്പി രശ്മി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോപ്പി രശ്മി എന്ന് പറഞ്ഞാൽ പണ്ട് ഇവർ കപ്പിൾസ് ആയിരുന്നു. ഇപ്പം അതിൻ്റെ കൂടെ ഉണ്ടായത് ഇത് പോപ്പിയാണോ രശ്മിയാണോ എന്നറിയില്ല. അപ്പം ഇപ്പം പുതിയ ഈ പറഞ്ഞ പോലെ പുത്തൂര് തുടങ്ങിയേക്കണ സൂവിലോട്ട് കൊണ്ടുപോയെന്നും നമുക്കറിയില്ല. അപ്പോൾ ഹിപ്പപ്പൊട്ടാമസുകളുടെ ആയുസ് എന്ന് പറയുന്നത് 40 to 45 വർഷമാണ്. ആഫ്രിക്കയിലെ വെള്ളക്കെട്ടുകളോട് കൂടിയ വനങ്ങളിൽ കണ്ടുവരുന്ന ഈ പറയുന്ന നമ്മളിപ്പോൾ കണ്ട ഹിപ്പപ്പൊട്ടാമസ് ഗർഭകാലം 230 ദിവസം മുതൽ 250 ദിവസം വരെയാണ് ഇതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മ്ലാവാണ്. മ്ലാവ് സാധാരണ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കാണാറുള്ള ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് സംഭവം തിന്നാറുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ഏകദേശം 12 to 15 വർഷമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. മധ്യ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ഗർഭകാലം 220 തൊട്ടിട്ട് 240 ദിവസം വരെയാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാനാണ് ഈ പറയുന്ന മ്ലാവ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ വിശാലമായിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഊഞ്ഞാലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതേയും താണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്ക് പുള്ളിമാനെ കാണാൻ സാധിക്കും. വിശാലമായ രീതിയിൽ കൂടൊക്കെ ഒരുക്കി വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്ന രീതിക്കുള്ള ഒരു പുള്ളിമാനെ നമുക്ക് കാണാൻ സാധിക്കും. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും, കൊമ്പുള്ളതാണെന്ന് തോന്നുന്നു ആണ്, കൊമ്പില്ലാത്തത് പെണ്ണാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഫ്ലെക്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ കുറേ എണ്ണം ഉണ്ട് ഇവിടെ. നല്ല രീതിക്കുള്ള സെറ്റപ്പാണ്. കാടിൻ്റെ പ്രതിവിധി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പുകളാണ് ഇവിടെ ഇവരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ എണ്ണമുണ്ട്. കൂട്ടമായിട്ട് പുള്ളിമാന് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു മനോഹരതയാണ്. ഇതിനകത്ത് ചാടിപ്പോകാതിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഇവിടെ പ്ലാവിലയാണ് തോന്നിയത് തിന്നുന്നത്. ഇപ്പം നമ്മളിവിടെ കാണുമ്പോൾ തന്നെ പ്ലാവിലയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കയറിയിരുന്ന് വിശ്രമിക്കാനും കുറച്ചു നേരം കാലിരുന്ന് കുറച്ചു നേരം ഇങ്ങനെ ശുദ്ധമായി ശ്വസിക്കാനുള്ള ഒരു ചെയറും കാര്യങ്ങളും എല്ലാം ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു കൂടാരത്തിൽ 3 തരം പക്ഷികളുടെ ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നീർക്കാക്ക, ചായമുണ്ടി, കാലിമുണ്ടി എന്നിങ്ങനെ 3 ടൈപ്പിലുള്ള പക്ഷികളാണ് ഇവിടെ ഉള്ളത്. കൊക്കിനത്തിൽപ്പെട്ടതാണിത്. കാക്ക മാത്രം കാക്കയുടെ ഇനത്തിലുള്ളതാണെന്ന് തോന്നുന്നു ഫോട്ടോ കണ്ടിട്ട്. പിന്നെ അതിൻ്റെ പേരിൽ കാക്കയുണ്ടല്ലോ. അപ്പോൾ ഇതിന് 3-നും 10 to 15 വർഷമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഇതിന് നടുക്ക് ഈ കൂടാരത്തിനുള്ളിൽ തന്നെ ഒരു കുളമൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കുളിക്കാനായിട്ട്. നമ്മൾ കാണാൻ പോകുന്നത് ബംഗാൾ കടുവയാണ്. മാംസഭുക്കുകളിൽ ബംഗാൾ കടുവയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 20 to 30 വർഷമാണ്. 4 രാജ്യങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്: ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ. ഇതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 140 തൊട്ട് 150 ദിവസമാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ചെറിയ കുളം പോലെ സെറ്റപ്പ് കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് നല്ല അഴകാർന്ന, നല്ല വേഗത്തൊന്നും വലിയ ചെളിയില്ലാത്തൊരു സാധനമാണ് ഈ കിടക്കുന്നത്. മനുഷ്യനെ പിടിച്ചാൽ തീർന്നു എന്ന് തന്നെ പറയാം. നല്ല ആരോഗ്യമാണ്. കഴിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് പുള്ളി. അതുകൊണ്ട് വലിയ ഗർജനം ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ആളിവിടെ ആയിട്ട് നല്ല ഇടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം ഇനി ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഈ കൂടാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സിംഹം, കാട്ടിലെ രാജാവ്. സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സംഭവം അതിനകത്ത് ഇരുട്ടായതുകൊണ്ടേ രാജാവിനെ ഇരുട്ടറയിൽ അടച്ച പോലായി. ആളെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലാണ് കാണാൻ പറ്റുക. ഇതിനൊരു നെറ്റും കൂടെ അകത്ത് കെട്ടിയിട്ടുണ്ട്. നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ആ ജടയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നില്ല. പിന്നെ അടുത്ത് നമുക്ക് കാണാൻ നമ്മൾ പോകുന്നതാണ്. ഇവനെ വെച്ച് ഇരുട്ടാണെങ്കിലും വീഡിയോയിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ അവൻ
കശാപ്പ് എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂളൊക്കെ ഒളിച്ചപ്പോൾ ആശാൻ ചെറുതായിട്ടൊന്ന് മുരട് നിൽക്കുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് ശബ്ദമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം പിന്നെ ഒന്നും മിണ്ടാകുന്നില്ല. കാര്യം ഇവനെ കാണാൻ ചാടി അത് പൊട്ടിച്ചുകൊണ്ട് വരുമെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ് ഇവൻ. പിന്നെന്ന് പറഞ്ഞാൽ ഇവനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ഉള്ള സാധനമാണ് ഈ പുള്ളിപ്പുലി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 15 to 20 വർഷമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗർഭകാലം എന്ന് പറഞ്ഞാൽ 88 to 90 ദിവസമാണ് ഇതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത്. ഇവൻ ഇച്ചിരി ഡേഞ്ചറായിട്ട് ഇവൻ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും തല്ലി പൊളിച്ചുകൊണ്ട് കയറി വരും എന്നുള്ള പേടിയിൽ നമ്മളെന്തായാലും അവിടെ നിന്ന് നേരെ അങ്ങ് തലം പെട്ടും. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാട് പോലെ പിടിച്ചെടുത്ത് ഒരു ചെറിയൊരു കടുവയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ആശാൻ ഇങ്ങനെ ഉലാത്തുകയാണ്. അവന് ഈ കുളവും കാര്യങ്ങളും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നേരെ അടുത്തടുത്തോട്ട് വെച്ചങ്ങോട്ട് പിടിച്ചു. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കാട്ടുതാറാവും മയിലും ഒരുമിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാട്ടുതാറാവിൻ്റെ എന്ന് പറയുന്നത് ഈ ലൈഫ് എന്ന് പറയുന്നത് 10 to 15 വർഷമാണ്. സൗത്ത് ഏഷ്യയിലാണ് ഈ സാധനത്തിനെ കാണാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ മുട്ട വിരിയുന്ന സമയം എന്ന് പറയുന്നത് 24 to 25 ദിവസമാണ്. ദക്ഷിണേഷ്യയിലെ മഴക്കാടുകളിൽ കണ്ടുവരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ മയിലെന്ന് പറയുന്നത് ഇതിൻ്റെ വർഷം എന്ന് പറയുന്നത് 20 വർഷമാണ് ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്കയിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മയിലിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ കൂട് കണ്ടാൽ നമുക്കറിയാം ഇതിന് കുളിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെയും ഒരു ചെറിയൊരു കുളം പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇതിന് കയറി കിടക്കാനുള്ള കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു ഷെഡ് പോലത്തെ സെറ്റപ്പിൽ കുറേ പാർട്ടീഷൻ ചെയ്തിട്ട് കുറേ പക്ഷി, ഈ കുരങ്ങൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാർപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ഗില്ലിലേക്ക് നോക്കുമ്പോൾ ഈ ജയിലിൻ്റെ പോലത്തെ സെറ്റപ്പാണ്. ഇപ്പോൾ കോഴിയുടെ പോലത്തെ കാട്ടുകോഴി എന്തോ ആണ് സെറ്റപ്പ്. പിന്നെ അടുത്തതിലേക്ക് പോകുമ്പോൾ ലേഡി ആംസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതിൻ്റെ ഈ ലവ് ബേഴ്സിനും ഈ കോഴിയും രണ്ടും കൂടെ സങ്കരം ചെയ്ത പോലത്തെ ഒരു സാധനമാണ്. വാലൊക്കെ നീട്ടിയിരിക്കണ ഈ സാധനം ഇവിടുത്തെ അല്ല, വിദേശീയനാണ്. പിന്നെ വേറൊരു കൂടാരത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കുരങ്ങനെയൊക്കെ എന്തിനാണ് പിടിച്ചിട്ടേക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം കുരങ്ങനൊക്കെ മരത്തിൽ കൂടെ ചാടിയെ കിടക്കണം ഇഷ്ടംപോലെ ആൾക്കാർ കാണാറുള്ള. പിന്നെ കുരങ്ങനെ ഒന്ന് പിടിച്ചിടേണ്ട കാര്യമില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ആശാൻ അവിടെ കിടന്ന് ഗുണഗുണാന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത വഴിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നക്ഷത്രയാമയാണ് എന്താണെന്ന് അറിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം നമ്മളിനി നമ്മുടെ പാമ്പുകളുടെ ഉരകങ്ങളുടെ ഒരു കൂടാരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ആ കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു വെള്ളക്കെട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആമകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് അപകടമാണ്, പാമ്പുകളുടെ ഉള്ളിലേക്ക് അടുത്തേക്കൊന്നും പോലെ, ബാരിക്കേഡ് താർത്ത് പോലെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ അകത്തോട്ട് കയറിപ്പോൾ അത്യാവശ്യം വിശാലമായ രീതിയിൽ അതിനകത്ത് പെരുമ്പാമ്പാണെന്ന് തോന്നുന്നു. AC ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. കാടിൻ്റെയും പുഴയുടെയൊക്കെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ അടുത്തടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ പാർട്ടിഷൻ ചെയ്ത് ചെറിയ ചില്ലുകൂടുകളിൽ ചെറിയ നമ്മൾ പ്രാവിനെയൊക്കെ വളർത്തുന്ന രീതിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഗ്യാപ്പില്ലാത്ത രീതിക്ക് ഇതിന് മണ്ണൊക്കെ ഇട്ട് ചെറിയ ചട്ടികളൊക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള പാമ്പുകളെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂർക്കൻ, ചേര, ഈ മണ്ണൂലി പാമ്പ്, പിന്നെ നമ്മുടെ ശംഖുവരയൻ, അങ്ങനെ പല ടൈപ്പ് പാമ്പുണ്ട്, അണലി, ഇതിനെല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് പോയി ടച്ച് ചെയ്യരുത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിടിച്ച് കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കാര്യം ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഇതങ്ങനെ പൊട്ടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പണിയാണ്. മൂർഖൻ തന്നെ പല ടൈപ്പ് ഉണ്ട്, നമുക്ക് എല്ലാത്തിനെയും ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം എല്ലാ ടൈപ്പ് പാമ്പിനെ ഇതിനകത്ത് ഇവിടെ ഇവരെ കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പിലുള്ളതിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഉരകങ്ങളെയും കണ്ട് നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ സാധനം എടുക്കണം, പോകണം. എന്തായാലും ഈ മാസം 28-ാം തീയതി വരെ ഉള്ളൂ തൃശ്ശൂർ സൂ എന്ന് പറയുന്നത്. ഇപ്പോൾ പുത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ സൂവിനോട് ബൈ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.